പൊന്നു പിള്ളകളാണ് ഇവിടെ വരുന്നത്. അങ്ങനെയാണ് മിക്ക ആനകൾ ഡൈവടിക്കും പൊന്മുടിയാറ്റിൽ. ആയിരം വട്ടം പൊന്മുടിയിൽ വന്നാലും മടുക്കില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള സ്ഥലമാണ് പൊന്മുടി. ആയിരം വട്ടം പൊന്മുടി വന്നാലും ഒരിക്കലും മടുക്കില്ല. വന്നാലും ആദ്യമായിട്ട് വരും പോലെ ഒരു ഫീൽ. അതിപ്പോൾ മഞ്ഞ് മൂടിത്തുടങ്ങി. വീട്ടിൽ നിന്നിറങ്ങി കൃത്യം 1 മണിക്കൂറിനകത്ത് നമുക്ക് പൊന്മുടിയിലെത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുള്ള സ്ഥലം പൊന്മുടി. ആനകൾ ഡൈവടിക്കും പൊന്മുടിയാറ്റിൽ. തെമ്മല മാറ്റിയപ്പോൾ പൊന്മുടിയാറാക്കി. സന്ധ്യാസമയത്ത് പൊന്മുടി വന്നാലേ പൊന്മുടിയുടെ പേര് എന്തുകൊണ്ട് പൊന്മുടിയായെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ചുറ്റും ഒരു പൊന്നു മയമാണ്. സൂര്യനാൽ പൊന്നു തീർത്തപ്പെട്ട ഒരു മലയാണ് പൊന്മുടി. പൊന്മുടിയുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഇതിനു മുമ്പ് കണ്ട് പരിചയപ്പെട്ട ഒരു വ്യക്തിയെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അദ്ദേഹത്തോട് ചോദിക്കാം എങ്ങനെയാണ് ഈ സ്ഥലത്തിന് ഈ പേരും പ്രത്യേകത. നമസ്കാരം. ഇത് പൊന്മുടി എന്ന് പറയുന്നത് വളരെയധികം പൊന്നായിട്ടുള്ള മുടികളാണ്. ഇവിടെ എല്ലാം പൊന്നു പിള്ളകളാണ്. അതാണ് വേറെ എല്ലാവരും എല്ലാം പൊന്നു പിള്ളകളാണ് ഇവിടെ വരുന്നത്. അങ്ങനെയാണ് മിക്ക പൊന്മുടിയിൽ നിന്ന് പേര് ഏകദേശം വന്നിട്ടുള്ളത്. കല്ലുകളെ കാര്യം ഉരുണ്ട് ഈ കല്ലുകളെല്ലാം അവിടെ ഒന്നാണ് ഈ കിടക്കുന്നത്. ഇത് കുറെ കല്ലുകളാണ് താഴെ 6 പോയി കിടക്കുന്നത്. അങ്ങനെയാണ് കല്ലാറ് വന്നിട്ടുള്ളത്. എത്ര വർഷം കൊണ്ട്? ഏകദേശം ഒരു വർഷമായത്. 6 മാസം കൊണ്ടാണ് ഇത്ര സംഭവിച്ചത്. പെട്ടെന്ന് അതാണ് ഭയങ്കര അഡ്വാൻറ്റേജ്. ഞാൻ വരാറുണ്ട്. സാറിന്റെ പേര്? എൻ്റെ ഒരു പേര് അങ്ങനെ പേര് വെളിപ്പെടുത്താൻ പാടില്ല. ഓക്കെ, നന്ദി, സ്നേഹം, കടപ്പാട്. പറഞ്ഞു.
അപ്പോൾ പൊന്മുടിയോട് വിട പറഞ്ഞു പോകാൻ സമയമായിരിക്കുകയാണ്. ടാറ്റ, ബൈ ബൈ, ഓക്കെ. കഥം. ഇതെവിടെയൊക്കെ 3D തിയേറ്ററിലൊക്കെ